മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. ഹായ്, ഞാൻ മിന്നുകുട്ടി. കൂട്ടുകാരെ, നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് അടച്ചു പിടിക്കൂ. ലോകം മുഴുവൻ ഇരുട്ടായി തോന്നുന്നില്ലേ? ഇനി കണ്ണുകൾ തുറക്കൂ. ആഹാ, എത്ര മനോഹരമായ നിറങ്ങൾ! പക്ഷേ നമ്മുടെ കയ്യിൽ നിറങ്ങളില്ല എന്ന് കരുതി നമ്മൾ തോറ്റുകൊടുക്കണമോ? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ട ചിങ്കുപാണ്ട അവന്റെ കറുത്ത മരക്കരിയും വെളുത്ത കല്ലും ഉപയോഗിച്ചൊരുക്കിയ ആ അത്ഭുത കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. വരൂ കൂട്ടുകാരെ. ഗുണപാഠ കഥകൾ. ചിങ്കുപാണ്ടയുടെ അത്ഭുത ചിത്രം. പണ്ട് പണ്ട് ഒരു വലിയ കാട്ടിൽ ചിത്രരചനാ മത്സരം നടന്നു. മത്സരത്തിൽ പങ്കെടുക്കാനായി കുട്ടി മൃഗങ്ങൾ കാട്ടിലെത്തി. മത്സരത്തിന്റെ വിധികർത്താവ് നമ്മുടെ ആനമാഷായിരുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ വിഷയം നമ്മുടെ കാട്. ഏറ്റവും മനോഹരമായി വരയ്ക്കുന്നവർക്ക് സിംഹരാജാവ് വക പ്രത്യേക സമ്മാനം ലഭിക്കും. അനൗൺസ്മെന്റ് കേട്ടതും എല്ലാവരും തിരക്കിലായി. തങ്കുകുറുക്കനും കിട്ടുകടുവയും ജിഗ്ഗു ജിറാഫും പിങ്കി മുള്ളൻ പന്നിയും അവർ കൊണ്ടുവന്ന നിറങ്ങളെപ്പറ്റി തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ ആകാശത്തിന്റെ നീലയും ഇലകളുടെ പച്ചയും എന്റെ കയ്യിലുണ്ട്. ഇതുപയോഗിച്ച് ഞാൻ ഈ കാടിനെ അണിയിച്ചൊരുക്കും. എന്റെ കയ്യിൽ നല്ല ചുവപ്പും ഓറഞ്ചു നിറത്തിലുള്ള കാട്ടുപഴങ്ങളുടെ നിറങ്ങളും തവിട്ടു നിറത്തിലുള്ള ഉണങ്ങിയ ഇലകളുടെ നിറവും ഉണ്ട്. ഞാൻ ഈ കാട്ടിലെ ഓറഞ്ച് പൂക്കളും ചുവന്ന ചായവും ഉപയോഗിച്ച് സൂര്യോദയം വരയ്ക്കും. എന്റെ കയ്യിൽ മഞ്ഞ നിറമുള്ള കാട്ടുപഴങ്ങളുടെ ചായവും നീല നിറമുള്ള പൂവിന്റെ ചായവും ഉണ്ട്. ഞാൻ തെളിഞ്ഞ പുഴയും സൂര്യനെയും വരയ്ക്കും. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ മാത്രം സങ്കടത്തോടെ മാറി ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അത് നമ്മുടെ ചിങ്കുപാണ്ടയായിരുന്നു. അവന്റെ കയ്യിൽ മറ്റ് നിറങ്ങളൊന്നുമില്ലായിരുന്നു. വെറും കറുത്ത മരക്കരിയും വെളുത്ത കല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആനമാഷേ, എനിക്ക് നിറങ്ങളില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് വെറും കറുപ്പും വെളുപ്പും കൊണ്ട് വരയ്ക്കുന്നത്? ചിങ്കു, നിറങ്ങളല്ല, നിന്റെ കാഴ്ചപ്പാടാണ് വലുത്. നിന്റെ കയ്യിലുള്ളത് വെച്ച് നീ വരയ്ക്കൂ. ആനമാഷ് പറഞ്ഞത് കേട്ട് ചിങ്കുവിന് ധൈര്യം വന്നു. അവൻ മരക്കരിയെടുത്ത് പാറയിൽ വരച്ചു തുടങ്ങി. മത്സരം തുടർന്നു. തങ്കുകുറുക്കനും കിട്ടുകടുവയും ജിഗ്ഗു ജിറാഫും പിങ്കി മുള്ളൻ പന്നിയും ചിത്രം വര തുടർന്നു. മത്സരം കഴിഞ്ഞു. വിധി പ്രഖ്യാപിക്കാൻ കാട്ടുരാജാവായ സിംഹം അവിടേക്കെത്തി. അദ്ദേഹം ഓരോ ചിത്രങ്ങളും സൂക്ഷിച്ചു നോക്കി. ശേഷം ഗാംഭീര്യത്തോടെ ഓരോ മത്സരാർത്ഥികളോടും സംസാരിച്ചു തുടങ്ങി. ജിഗ്ഗു ജിറാഫേ, നീല ആകാശവും പച്ചപ്പും ചേർന്ന നിന്റെ ചിത്രം അതിമനോഹരമായിട്ടുണ്ട്. നിന്റെ ഉയരമുള്ള ചിന്തകൾ അതിൽ കാണാം. മിടുക്കൻ. തങ്കുകുറുക്ക, ചുവന്ന പഴങ്ങൾ കൊണ്ട് നീ വരച്ച ചിത്രം വളരെ ആകർഷകമാണ്. നിന്റെ കൗശലം ചിത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ട്. കൊള്ളാം. പിങ്കി, മഞ്ഞ കാട്ടുപൂക്കൾ കൊണ്ട് നീ വരച്ച പുഴയും സൂര്യനും വളരെ തെളിച്ചമുള്ളതാണ്. നിന്റെ സൂക്ഷ്മത എനിക്കിഷ്ടപ്പെട്ടു. നന്നായി. കിട്ടുകടുവേ, ഓറഞ്ചും ചുവപ്പും നിറങ്ങൾ കൊണ്ട് നീ വരച്ച സൂര്യോദയത്തിന് നല്ല തീവ്രതയുണ്ട്. നിന്റെ ഊർജം ആ ചിത്രത്തിലുണ്ട്. മിടുക്കൻ. സിംഹരാജാവ് അവസാനം ചിങ്കുപാണ്ടയുടെ അടുത്തെത്തി.
ചിങ്കു, നിന്റെ ചിത്രം വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ചിത്രം വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. നിന്റെ ചിത്രത്തിൽ ഈ കാട് മുഴുവനുമുണ്ട്. കറുപ്പും വെളുപ്പും കൊണ്ട് നീ വരച്ച ഈ ചിത്രമാണ് ഈ കാടിന്റെ യഥാർത്ഥ ഭംഗി കാണിക്കുന്നത്. അന്ന് നടന്ന സമ്മാനദാന ചടങ്ങിൽ സിംഹരാജാവ് ചിങ്കുവിനെ വിജയിയായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ വിജയി ചിങ്കുപ്പാണ്ഡെയാണ്. സിംഹരാജാവിന്റെ പ്രഖ്യാപനം കേട്ട് കാട് ഒന്നടങ്കം കൈയടിച്ചു. സിംഹരാജാവ് തന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അവിടെ കൂടിയിരുന്ന കുട്ടി മൃഗങ്ങളോടായി സംസാരിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട കുട്ടി കൂട്ടുകാരെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. നമ്മുടെ ചിങ്കുവിന്റെ കയ്യിലിരിക്കുന്നത് വെറുമൊരു ട്രോഫിയല്ല, അവന്റെ ബുദ്ധിക്കും കഴിവിനുമുള്ള അംഗീകാരമാണ്. വില കൂടിയ നിറങ്ങളില്ലെന്ന് പറഞ്ഞ് നമ്മൾ ആരും ഒരിക്കലും സങ്കടപ്പെടരുത്. ചിങ്കുവിനെ കണ്ടില്ലേ? വെറും മരക്കരിയും വെളുത്ത കല്ലും ഉപയോഗിച്ച് അവൻ മനോഹരമായ ചിത്രം വരച്ചു. നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങൾ വച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ചിങ്കു ഇന്ന് നമ്മളെ പഠിപ്പിച്ചത്. ചിങ്കു, നിന്റെ ഈ കഴിവിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ട്രോഫി നിനക്ക് വലിയൊരു പ്രചോദനമാകട്ടെ. സിംഹരാജാവിന്റെ വാക്കുകൾ കേട്ട് കാട് മുഴുവൻ മുഴങ്ങുന്ന കയ്യടികളോടെ ആ മനോഹരമായ ചടങ്ങ് അവസാനിച്ചു. ഗുണപാഠം: മറ്റുള്ളവരുടെ കയ്യിലുള്ള ആർഭാടങ്ങൾ കണ്ട് വിഷമിക്കാതെ നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ച് മിടുക്കോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം വില കൂടിയ വസ്തുക്കളല്ല, നമ്മുടെ ആത്മാർത്ഥതയും കഴിവുമാണ് നമ്മെ വലിയ ആളുകളാകുന്നത്. ഈ കഥയിലെ ഗുണപാഠം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുമല്ലോ, അല്ലേ? എങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തന്ന് നിങ്ങളുടെ സ്നേഹം അറിയിക്കണേ. ഇനിയും ഇതുപോലെ ഒരുപാട് അറിവുകളും കഥകളും ഈ തേൻകൂട്ടിലുണ്ട്. അതെല്ലാം കാണാനായി മധുരപ്പെട്ടി എന്ന നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. അടുത്ത കഥയുമായി നമുക്ക് വേഗം കാണാം.